നമ്മൾക്ക് എങ്ങനെയാണ് ഒരു ഇൻവോയ്സ് ഉണ്ടാക്കുക എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ട്രാൻസാക്ഷൻ മൊഡ്യൂളിൻ്റെ അണ്ടറിൽ ഇൻവോയ്സസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഇൻവോയ്സ് പേജ് ഓപ്പണായി വന്നിരിക്കണം. ഇവിടെ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഇൻവോയ്സസ് ഒക്കെ നമുക്കിവിടെ കാണിക്കും. ഇൻവോയ്സ് കസ്റ്റമർ നെയിം, ഇൻവോയ്സ് നമ്പർ, പിന്നെ എന്ത് ടൈപ്പാണ്, ഓർഡറാണോ എന്നൊക്കെ ഇവിടെ കാണിക്കും. പിന്നെ ഡേറ്റ്, ഡ്യൂ ഡേറ്റ്, എത്ര എമൗണ്ടിൻ്റെ ഇൻവോയ്സ് ആണ് എന്നൊക്കെ ഇവിടെ കാണിക്കും. അതിൽ സ്റ്റേറ്റസ് ഉണ്ട്, പെൻഡിങ്, പെയ്ഡ് എന്ന്. നമുക്കിത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പെയ്ഡ് ഇനി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ബട്ട് പെൻഡിങ് ഉള്ളത് ഇനി പെയ്ഡ് ആക്കാനുണ്ട്. പെയ്ഡ് ആക്കുകയാണെങ്കിൽ ചേഞ്ച് ചെയ്യുക, പെയ്ഡ് ആക്കിയിട്ട്, അല്ലെങ്കിൽ ഓവർ ഡ്യൂ ആണെങ്കിൽ ഓവർ ഡ്യൂ ആക്കി ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓൾറെഡി പെയ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റസ് ഒന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ഇനി ഈ ഇൻവോയ്സ് നമുക്ക് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഇത് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ ഇൻവോയ്സിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. ക്വാണ്ടിറ്റി, യൂണിറ്റ് എമൗണ്ട്, ടാക്സ്, ടോട്ടലൊക്കെ. പിന്നെ ഈ ഇൻവോയ്സ് നമുക്ക് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേമാതിരി തന്നെ സെൻഡ് ടു സദ്ക്ക ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈ ഇൻവോയ്സ് ഒന്നായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ബൾക്കായിട്ട് ഇൻവോയ്സസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൾക്കായിട്ട് സദ്ക്കയിലേക്ക് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഇവിടെ. സോ നെക്സ്റ്റ് നമുക്കിവിടെ സെർച്ച് ബട്ടൺ കാണാം. ഈ സെർച്ച് ബട്ടണിൽ നമുക്ക് കസ്റ്റമർ നെയിം അതർവൈസ് ഇൻവോയ്സ് നമ്പർ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫിൽട്ടറായി വരും. അത് കഴിഞ്ഞ് ഇവിടെ എക്സ്പോർട്ട് ആൻഡ് ഷെയർ ഓപ്ഷൻ ഉണ്ട്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡൗൺലോഡ് PDF എന്ന് കാണും. നമുക്ക് PDF ആക്കി ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എക്സൽ ഷീറ്റ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ വാട്സാപ്പ് ത്രൂ അല്ലെങ്കിൽ ഇമെയിൽ ത്രൂ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ക്രിയേറ്റ് ഇൻവോയ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻവോയ്സ് നമ്പർ വരും. പിന്നെ എന്ത് ടൈപ്പ്, ഓർഡർ ആണെങ്കിൽ ഓർഡർ, അല്ലെങ്കിൽ ഇനി അതർ ആണെങ്കിൽ അതർ കൊടുക്കാം. ഞാൻ ഇവിടെ ഓർഡർ കൊടുക്കുകയാണ്. സോ അത് കഴിഞ്ഞ് ഡ്യൂ ഡേറ്റ് ഞാനൊരു 26 കൊടുക്കുകയാണ്. ഇൻവോയ്സ് ഡേറ്റ് ഇന്നത്തെ, പെൻഡിങ് എന്ന് കൊടുക്കുകയാണ്. കസ്റ്റമറിനെ ഞാൻ ചൂസ് ചെയ്യാണ്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമറിനെ ഞാൻ ചൂസ് ചെയ്യാണ്. കസ്റ്റമർ ഇപ്പോൾ എനിക്ക് പറഞ്ഞിട്ടുള്ള കസ്റ്റമറിന് ബാലൻസ് ഒന്നുമില്ല. സോ ഇവിടെ ബാലൻസ് 0 എന്ന് കാണിക്കുന്നുണ്ട്. ഞാനിവിടെ ഐറ്റം നെയിം ടൈപ്പ് ചെയ്യാൻ പോവാണ്. സോ നമ്മളിത് ഇവിടെ ആഡ് ടു ഇൻവോയ്സ് ഐറ്റം എന്നുള്ള ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ഐറ്റംസ് ആഡ് ചെയ്യാം. ഞാനിവിടെ ആഡ് ചെയ്യാണ്. സോ നമ്മൾ ടോട്ടൽ ഇവിടെ ലിസ്റ്റായി കാണിക്കുന്നുണ്ട്. ഞാനിവിടെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. അപ്പം നമ്മൾ ഇൻവോയ്സ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത കസ്റ്റമർ ഈപ്പോസ് എൻകെൻ്റെ നെയിമിൽ ഇപ്പം ക്രിയേറ്റ് ചെയ്ത ഇത് ഇവിടെ കാണിക്കും. ടോട്ടൽ എമൗണ്ട് ഇവിടെ കാണിക്കും. പെൻഡിങ് ആയതുകൊണ്ട് പെൻഡിങ് എന്ന് കാണിക്കും. നമ്മൾ വ്യൂ ബട്ടൺ എടുത്ത് നോക്കിയാൽ നമ്മളെ ഐറ്റംസ് ഇവിടെ കാണാം. സോ അങ്ങനെയാണ് നമ്മൾ ഒരു ന്യൂ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുക. അതർവൈസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻവോയ്സസ് ഒക്കെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്.